നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ചക്കയെക്കുറിച്ചാണ്. ചക്ക തലയിൽ വീണ് മുയല് ചത്തു എന്ന് പഴഞ്ചൊല്ലും പറഞ്ഞ് മലയാളികൾ ഇരിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾ ഇതിൽ നിന്ന് കോടികൾ കൊയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ അല്പം മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 200 കോടിയുടെ വരുമാനം വർഷത്തിൽ കേരളത്തിന് ചക്കയിൽ നിന്ന് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആർക്കും വേണ്ടാതെ റോഡരികിലും പറമ്പുകളിലും വീണ് പാഴായി പോകുന്ന ചക്ക ഇന്ന് ഷോപ്പിംഗ് മാളുകളിലും 5 സ്റ്റാർ ഹോട്ടലുകളിലും പല വിഭവങ്ങളായി ഉപഭോക്താക്കളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. വിളഞ്ഞ് പാകമാകുന്നതിന് മുന്നേ തന്നെ ഒരു മരത്തിലെ മുഴുവൻ ചക്കയും അഡ്വാൻസ് ബുക്കിംഗ് നടത്തി ഉത്തരേന്ത്യക്കാർ ഇവിടെ നിന്നും ലോഡ് കണക്കിന് വാങ്ങിക്കൊണ്ടു പോകുകയാണെന്നത് ഒരു പരമയാഥാർത്ഥ്യമാണ്. ചക്കയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പലവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വഴി സംരംഭകർക്ക് നല്ല വരുമാനവും ലഭിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്ന 60 കോടി ചക്കകളിൽ 38 കോടിയും വെറുതെ പാഴായി പോയിരുന്നു. ശരിക്കും ചക്കയുടെ ഭാഗ്യം തെളിഞ്ഞത് 2018 ഇത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിക്കപ്പെട്ടതോടെയാണ്. ഇതോടെ ചക്കയിൽ നിന്ന് പല വിധത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ സംരംഭകർ മുന്നോട്ട് വരികയും ചെയ്തു. കണക്ക് പ്രകാരം 10 കിലോ ഭാരമുള്ള ചക്കയിൽ നിന്ന് 600 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം എന്നാണ്. ഐസ്ക്രീം മുതൽ ചമ്മന്തി വരെ വിവിധ ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്ന് നിർമ്മിച്ചു വരികയാണ്. നിരവധി ചെറുകിട സംരംഭകരും വനിതാ യൂണിറ്റുകളും സംഘങ്ങളും ചക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് വരുമാനം നേടുകയാണ്. ചക്കയിൽ നിന്ന് ഐസ്ക്രീം, പായസം, ഉണ്ണിയപ്പം, ഹൽവ, പുട്ടുപൊടി, തോരൻ, ചക്കപ്പുഴുക്ക്, ചക്ക വരട്ടി, ചമ്മന്തിപ്പൊടി, ചിപ്സുകൾ, അച്ചപ്പം, പപ്പടം, കൊണ്ടാട്ടം, അച്ചാർ, സ്ക്വാഷ്, കുക്കീസ്, ചക്കക്കുരു ചമ്മന്തി, ചക്കക്കുരു അച്ചാർ, കോഫി, ജാം തുടങ്ങിയ പലവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുകയാണ്. ഒരു വർഷം 1,10,000 ടൺ ചക്കകളാണ് ഇത്തരത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ചക്ക കഴിക്കുന്നതിന് ആരോഗ്യപരമായി നിരവധി ഗുണങ്ങളുമുണ്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും പൊട്ടാസ്യവും ഇതിലുണ്ട്. ദഹന പ്രക്രിയ സുഗമമാക്കുന്ന നാരുകളും മഗ്നീഷ്യം, കാൽസ്യം എന്നിവയുടെ സാന്നിധ്യവും ചക്കയെ ആരോഗ്യദായക ഭക്ഷണമാക്കി മാറ്റുകയാണ്. ഇനി ചക്കയുടെ വ്യാവസായിക തലത്തിലുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പങ്ക് ചക്ക വഹിക്കുന്നുണ്ട്. അതായത് ലാഭകരമായ കൃഷിയിലും ഗ്രാമീണ മേഖലയിലെ ഭക്ഷ്യ ഉൽപ്പന്ന സംരംഭങ്ങളിലും മൂല്യവർദ്ധിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനത്തിലും ചക്കയ്ക്ക് ഒരു പ്രമുഖ സ്ഥാനമുണ്ട്. ചക്ക എല്ലായിടത്തും വളരുന്ന ഒന്നല്ല. ഇന്ത്യയിൽ പ്രധാനമായും ചക്ക ലഭിക്കുന്നത് കേരളം, തമിഴ്നാട്, കർണാടകം, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ആസാം, ത്രിപുര, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നാണ്. ചക്ക ഉൽപ്പാദനം കൃഷിയുടെ തലത്തിൽ നോക്കുമ്പോൾ അതിന് അധികം പരിചരണം ആവശ്യമില്ല എന്നതാണ്. നല്ല മഴയുള്ള കാലാവസ്ഥയിൽ യാതൊരു പരിചരണവും കൂടാതെ പ്ലാവുകൾ സമൃദ്ധമായി വളരുന്നു എന്നതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം. ഒരു പ്ലാവിൽ നിന്ന് ശരാശരി 10 മുതൽ 30 കിലോ വരെ ഭാരം വരുന്ന 100 മുതൽ 250 ചക്കകൾ വരെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് കണക്ക്. മറ്റൊന്ന്, ലോകമെമ്പാടും വെജിറ്റേറിയനിസം പ്രോത്സാഹിപ്പിക്കുന്നവരുടെ ഇടയിൽ മാംസത്തിന് പകരമായി പഴുക്കാത്ത ചക്കയ്ക്ക് സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ചക്കയിൽ നിന്നും പാഴായി പോകുന്ന ഭാഗങ്ങൾ വരെ ഇന്ധനമാക്കി മാറ്റാവുന്നതുമാണ്. ബേക്കറി ഉൽപ്പന്നങ്ങളിൽ ചക്കക്കുരു പൊടിച്ചെടുക്കുന്ന മാവ് ഒരു പ്രധാന ഘടകമായി മാറിക്കഴിഞ്ഞു. വൈൻ നിർമ്മാണത്തിനും ചക്ക ഉപയോഗിക്കുന്നുണ്ട്. കേരളം, കർണാടകം, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും വൻതോതിൽ ചക്ക അമേരിക്ക, UAE, ജർമ്മനി, ബ്രിട്ടൻ, കാനഡ എന്നിവിടങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നുമുണ്ട്. സർക്കാർ തലത്തിൽ പല പദ്ധതികളും ചക്കയുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി APEDA ചക്കയുടെ കയറ്റുമതിക്ക് പ്രോത്സാഹനം നൽകി വരികയാണ്. ഓൺ ഡിസ്ട്രിക്ട് ഓൺ പ്രോഡക്ട്സ് ODOP, ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പദ്ധതി പ്രകാരം വയനാട് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ചക്കയെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ചക്കയുടെ സംസ്കരണത്തിനും മാർക്കറ്റിങ്ങിനുമായി നബാർഡിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംഘങ്ങളും സഹകരണ സംരംഭകരും പ്രവർത്തിക്കുന്നുണ്ട്. ചക്കയിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനുള്ള പല പരിശീലന പദ്ധതികളും നടന്നു വരികയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ മേഖലയിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ചക്കയുടെ സംരക്ഷണം, അതായത് വളരെ പെട്ടെന്ന് കേടാകുന്ന ഒന്നാണിത്. അതിനായുള്ള സാങ്കേതിക സൗകര്യങ്ങളുടെ അഭാവവും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും സംഭരണ കേന്ദ്രങ്ങളുടെ കുറവും ഒരു പ്രശ്നമായി തുടരുകയാണ്.
ചക്കയെ സംഭരിച്ച് വിതരണം ചെയ്യുവാനുള്ള ഒരു കേന്ദ്രീകൃത ശൃംഖല ഇല്ലാത്തതും മറ്റൊരു പരിമിതിയാണ്. ഇതുകൂടാതെ ഭക്ഷ്യവസ്തു എന്നതിനുപരി ചക്കയിൽ നിന്നും ന്യൂട്രീഷ്യസ് ആയ മറ്റു ഉൽപ്പന്നങ്ങൾ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഗവേഷണങ്ങളും നടക്കേണ്ടതുണ്ട്. ഇന്ത്യയെമ്പാടും നോക്കിയാൽ 1.4 മില്യൺ ടൺ ചക്കകളാണ് വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഏതാണ്ട് 3 ലക്ഷം ഹെക്ടർ പ്രദേശത്ത് പ്ലാവ് വളരുന്നുമുണ്ട്. ചക്കയുടെ പ്രോത്സാഹനത്തിനായി ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലും കൂടാതെ നിരവധി പ്രദർശന വിപണന മേളകളും നടന്നു വരുന്നുണ്ട്. അതിലൂടെ ഇപ്പോൾ ചക്കയുടെ മേന്മകളെപ്പറ്റി ജനങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ലോകമെമ്പാടും വെജിറ്റേറിയൻ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്ന സംഘങ്ങളുണ്ട്. വീഗൻസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവർ ചക്കയാണ് മാംസത്തിന് പകരമായി മുന്നോട്ട് വയ്ക്കുന്ന ഭക്ഷ്യവസ്തു. 10 മുതൽ 20 ലക്ഷം രൂപ വരെ മുതൽ മുടക്കിൽ ഒരു ചക്കയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാമെന്നാണ് കണക്ക്. സർക്കാർ തലത്തിലുള്ള സഹായങ്ങളും ഇതിന് ലഭിക്കുന്നുണ്ട്. ചക്ക ഉൽപ്പന്നങ്ങളെ അടിസ്ഥാനമാക്കി ടൂറിസം വളർത്തുവാനും സാധ്യതകൾ മുന്നിലുണ്ട്. ഇതിനെല്ലാം ഉപരി പ്ലാവുകൾ എന്നത് നമ്മുടെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സ്വദേശീയമായി തന്നെ പരിസ്ഥിതിയുടെ ഒരു ഭാഗമാണ്. വെറുതെ വെട്ടിക്കളയുന്ന ഇവയുടെ ശരിക്കുള്ള മൂല്യം പലരും മനസ്സിലാക്കുന്നുമില്ല. കയ്യിൽ ചക്കയുടെ കറ പുരളും എന്നതിനാൽ ഇതിനോട് മുഖം തിരിക്കുന്നവർക്ക് മുന്നിൽ ഇതേ ചക്ക മറ്റൊരിടത്തു നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നമായി മുന്നിലെത്തുമ്പോൾ അത് ഇവിടെ നിന്നും പോയ ചക്കയാണ് എന്ന് ആരും തിരിച്ചറിയുന്നുമില്ല. തമിഴ്നാട്ടിൽ ഒരിക്കൽ പോയപ്പോൾ നേരിൽ കണ്ട ഒരു കാഴ്ചയാണ്. ചക്കയുടെ ചുളകൾ നന്നായി വൃത്തിയാക്കി നല്ല ഡിസൈനിൽ അടുക്കി വെച്ച് വഴിയോര കച്ചവടം തകൃതിയായി നടക്കുന്നു. ഒരു ചുളയ്ക്ക് മാത്രം നല്ല വില ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. വൻകിട ഷോപ്പിംഗ് മാളുകളിൽ ചെന്നപ്പോൾ കണ്ടത് നന്നായി പ്രോസസ് ചെയ്ത് പാക്ക് ചെയ്ത് ചക്കച്ചുളകൾ അന്തസ്സായി ഷെൽഫിൽ ഇരിക്കുന്നതാണ്. അതെ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ആ മണം മറ്റുള്ളവർക്ക് നന്നായി അറിയാനും ഉപയോഗപ്പെടുത്താനും അറിയാം. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.